ഇനി നേരെ പോകാം വടകരയിലേക്ക്. വടകര MLA നമുക്കൊപ്പം ചേരുകയാണ്. ഒപ്പം സാനിയോ മനോമിയുണ്ട്. സാനിയോ മനോമി, ഉച്ചയൂണൊക്കെ കഴിഞ്ഞോ? ഭേഷായി വോട്ടിംഗ് അവിടെ നടക്കുന്നുണ്ടോ? അതോ ഉച്ചയായപ്പോൾ ഒരു ചെറിയ ഒരു മന്ദഗതിയിലുള്ള പോളിംഗ് എന്ന് നമ്മൾ സാധാരണ കാവ്യാത്മകമായി പറയുന്ന ആ രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ? ഇവിടെ മന്ദഗതിയിലാണ് പോളിംഗ്. എൻ്റെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. പക്ഷേ പോളിംഗ് മന്ദഗതിയിലാണെന്ന് വേണം പറയാൻ. കാരണം നിരവധി ആളുകളാണ് ക്യൂവിലുള്ളത്. പക്ഷേ ഈ പോളിംഗ് ശതമാനം നന്നായി തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആളുകൾ നിരവധിയായി ക്യൂവിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിചയക്കുറവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കാരണവശാലായിരിക്കാം ഇവിടെ പോളിംഗ് കുറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചി നേരത്തെ വന്നിരുന്നോ? കുറേ സമയമായി. എന്താ ഇവിടെ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? അറിയില്ല. കുറേ നേരം 1-2 മണിക്കൂറായി. 2 മണിക്കൂറായോ? അറിയില്ല, മെല്ലെ നീങ്ങുന്നേ. നിങ്ങൾ ഇവിടെ കുറേ നേരം കന്നി വോട്ടറാണോ? അല്ലല്ല, ഇത് രണ്ടാമത്തെ വോട്ടം. കണ്ടാ പറയില്ല കേട്ടോ. കുറേ നേരമായിരിക്കും. 2 മണിക്കൂറായിരിക്കുന്നു. നിങ്ങളെല്ലാരും? അതെ അതെ. മോക്ക് വോട്ടുണ്ടാ? അമ്മേന്റെ കൂടെ പോയി വിരലിൽ മഷി പുരട്ടിക്കാട്ടോ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? നല്ല ഇവിടെ കടുത്ത മത്സരമാണ്. അതെ, കടുത്ത മത്സരം. വോട്ട് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന കുറേ വോട്ടർമാരായ സ്ത്രീകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. എത്ര വൈകിയാലും വോട്ട് ചെയ്താലേ പോവുകയുള്ളൂ എന്ന തീരുമാനത്തിൽ തന്നെയാണുള്ളത്. നൂറുകണക്കിന് ആളുകളാണ് വരിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. പലരും ദാഹിച്ച് വരഞ്ഞ് വെള്ളമൊക്കെ കുടിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ചൂടാണ് പുറത്ത്. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ രാവിലെ മുതൽ തന്നെ ക്യൂവിൽ വലിയ ആൾക്കൂട്ടമുണ്ട്. നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ വന്നവരാണോ? കന്നി വോട്ടർമാരാണോ? എല്ലാവരും സാനിയോ പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് വോട്ട് ചെയ്യാനാണോ എന്ന് ചോദിക്കുകയാണോ? അല്ല, കന്നി വോട്ടർമാരാണോ എന്ന് ചോദിച്ചതാണ്. കുഞ്ഞു കുട്ടികളൊക്കെ കാണുമ്പോഴേ ഇവർക്കൊക്കെ വോട്ടുണ്ടോ എന്നുള്ള സംശയം. ഓക്കെ, അപ്പോ സാനിയോ, നമ്മുടെ വടകര MLA കണ്ടില്ല. വടകര MLA അടുത്തേക്ക് സാനിയോ ഉടൻ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുറപ്പെടുകയല്ലേ? അതെ അതെ, വടകര MLA നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അതിനിടയ്ക്ക് ഒരു ലൈവ് വിളിച്ചപ്പോൾ കയറി നിന്നതാണ്. വടകരയിൽ പല ആരോപണവും അവർക്കുണ്ട്. കാരണം വോട്ട് വളരെ പതുക്കെയാണ് നീങ്ങുന്നത്, മന്ദഗതിയിലാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്ന് അന്വേഷിക്കണം, ഉദ്യോഗസ്ഥർ നേരിട്ട് ഇങ്ങോട്ട് എത്തണം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത് ഗൗരവതരമായി തന്നെ കാണേണ്ട കാര്യമാണ്. കാരണം വടകര മണ്ഡലത്തിലാകെ നമ്മൾ ഒരുപാട് ബൂത്തുകളിൽ ഇപ്പോൾ പോയി. എല്ലായിടത്തും വളരെ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഓർമ്മയില്ലേ, നമ്മൾ മണർകാട് ആൾക്കാരെ വിളിച്ചു കയറ്റി അവസാനം ഇനി വോട്ട് ചെയ്യാൻ ആ പഞ്ചായത്തിൽ ആരും ബാക്കിയില്ല എന്ന ഘട്ടം വരെ എത്തിച്ചതാണ്. അതെ അതെ അതെ, അത് കറക്റ്റാണ്. ഞാനിവിടെ കാണുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട് വോട്ട് ചെയ്യാൻ പോകണ്ടേന്ന്. നമുക്കെന്തായാലും ഈ പ്രാവശ്യം 80% കൂടുതൽ എത്തിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 80% ആയിരുന്നു ഇവിടുത്തെ ഒരു പോളിംഗ്. അതിലും കൂടുതൽ എത്തിക്കണം. പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയണം. ഏതായാലും നല്ല ചൂട്. വടകരയിൽ ഒന്ന് ആഞ്ഞു പിടിക്കൂ. അപ്പോ ഓക്കെ, ഇപ്പോൾ വടകരയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം സാനിയോട്. ഇപ്പോഴത്തെ ടാർഗറ്റ് നിൽക്കുന്നത് 45.73 വടകരയിൽ ഇപ്പോൾ 45.73 ആയിട്ടേ ഉള്ളൂ. സംസ്ഥാനത്തെ ശരാശരിയേക്കാൾ കുറവാണ്. 46.02 ഓൾ കേരള ടാലി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ അതെ, അത് എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. കാരണം വടകരയിൽ ഒരിക്കലും അങ്ങനെ പോളിംഗ് ശതമാനം കുറയേണ്ടതില്ല. കാരണം കടുത്ത മത്സരം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ്. കടുത്ത രാഷ്ട്രീയ പോര് അതൊരു ഘട്ടത്തിൽ കൈവിട്ടു പോകുന്ന കാഴ്ചകളടക്കം നമ്മൾ കണ്ടു. കുറേ സമയം ഇവിടെ നിൽക്കാൻ തുടങ്ങി. കുറേ സമയമായി, മണിക്കൂറുകളായി. വോട്ട് ചെയ്യാണ്ട് പോകില്ല? ഇല്ല, വോട്ട് ചെയ്യാനായിട്ടേ പോകും. കുറേ സമയം കുറച്ചായിട്ടില്ല. 2 മണിക്കൂറല്ലേ. ഈ ചൂടത്ത് എങ്ങനെ നിൽക്കുന്നത്? ഒന്നും പറയണ്ട. രാവിലെ ഒരു ട്രിപ്പ് വന്നു പോയി, രണ്ടാമത്തെ ട്രിപ്പ് വന്നതാണ്. ഇപ്പം തിരക്ക് കഴിഞ്ഞിട്ടില്ല, നല്ല ശക്തമായ തിരക്കാണ്. പോളിംഗ് മെല്ലെ പോകുന്നത്. മെല്ലിയാണ് വന്ന് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോളിംഗ് തുടങ്ങിയത്. ഭക്ഷണം എല്ലാം കഴിച്ചോ? ആരും കഴിച്ചിട്ടില്ല. ഭക്ഷണം പോലും കഴിക്കാതെ ക്യൂവിൽ ഇങ്ങനെ കാത്തിരിക്കുന്നു. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സാനിയോ ചോറൊക്കെ ഉണ്ട്, നല്ല പോളിംഗ് ഒക്കെ നടത്തിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. നേരെ KK രമയുടെ അടുത്തേക്ക് വിട്ടോളൂ. ഞാൻ നേരെ അർജുൻ കല്യാട് കുറച്ചു നേരമായി ചെങ്ങിണിപ്പടിയിൽ കാത്തു നിൽക്കുന്നു എന്നെ. ഓക്കെ ഞാൻ അപ്പോൾ വീണ്ടും വരാം സാനിയോയിലേക്ക്. KK രമയും കൂട്ടി സാനിയോ വരൂ. അപ്പോൾ